ഹായ് അസ്സലാമു അലൈക്കും മക്കൾസ് അമ്മമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. എൻ്റെ ഇന്നത്തെ ഫുഡിൻ്റെ പാചകം തുടങ്ങിയിട്ടുണ്ട്. ഇത് ചക്കക്കുരു, മുരിങ്ങയ്ക്ക, തക്കാളി, പച്ചമുളക്. ചക്കക്കുരുവിൻ്റെ ചുവപ്പ് ഞാൻ എടുക്കത്തില്ല, കളയത്തില്ല. കാരണം നമ്മളെ ശരീരത്തിൽ വലിയ വലിയ അസുഖങ്ങളെ ചെറുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ചുവപ്പ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ചുവപ്പെടുത്ത് കളയത്തില്ല. ചുരണ്ടുന്നതിൻ്റെ ഇടയ്ക്ക് പോകുന്നെങ്കിലേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ പാചകം ഇവിടെ തുടങ്ങുകയാണ്. ചക്കക്കുരു, മുരിങ്ങയ്ക്കായും തക്കാളി, പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് പറയാം. എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ ഷാബിദാസ് വ്ലോഗ് പോയി മക്കളെ, അതിൽ വളരെ വിഷമമുണ്ട്. ഇതൊരു പുതിയ ചാനലാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോസ് കാണുക. നിങ്ങളുടെയൊക്കെ സ്നേഹം നിറഞ്ഞ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് വരാൻ പറ്റൂ. അപ്പോൾ ഈ തക്കാളി, സവാള, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെന്തിനാണെന്നറിയാമല്ലോ, കാണിച്ചു തരാം. എന്താണെന്ന് നോക്കിക്കോണം, സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കിന്ന് കിട്ടിയ ചാള മീനാണ്. കൊല്ലക്കാർ വളർന്ന ചാളനാണ്. പല സ്ഥലങ്ങളിലും പല പേരുണ്ട്, മത്തിയെന്നും പറയും. അപ്പോൾ നമ്മുടെ പാചകം ഇവിടെ തുടങ്ങുകയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് ഉണ്ട് ലൈക്ക്, കമൻറ്റ്, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളെ എണ്ണ ഒഴിച്ച് ഉലുവ മൂത്ത് വന്നത്, അതിന് തക്കാളിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. തക്കാളി ഒന്നിച്ചങ്ങ് ഇടുക. മുരിങ്ങയ്ക്കായും തക്കാളിയും എല്ലാം തിളയ്ക്കാൻ തുടങ്ങിയുള്ള റെഡി ആയിട്ടില്ല. അതുപോലെ നമുക്ക് മുരിങ്ങയ്ക്കയ്ക്ക് ഇടാനുള്ളതാണ്. ചക്കക്കുരു മുരിങ്ങയ്ക്കയ്ക്കുള്ള അരപ്പാണ് ഞാൻ മിക്സിയിലെടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇനി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും പച്ചമുളകൊക്കെ ഇനി ഇരിക്കുന്നുണ്ട്. വേണമെങ്കിൽ എടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലു ആദ്യം ചേർത്തെണ്ണയിൽ മൂപ്പിച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി തീർന്നു പോയി, അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കും. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. എൻ്റെ ചാനലിൽ പോയി 2000 സബ്സ്ക്രൈബ് എടുപ്പിച്ച് വന്ന ചാനലാണ്. അതെനിക്ക് പോയത്. ഇപ്പോൾ ഞാൻ പുതിയ ചാനലാണ് എടുത്തിരിക്കുന്നത്. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂ. വളരെ വിഷമമുണ്ട്. എനിക്ക് ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒക്കെ ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ മുരിങ്ങയ്ക്കായും ചക്കക്കുരു ഇങ്ങനെ തിളച്ച് വെന്തുകൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടെ വേവാനുണ്ട്. അതിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരപ്പ്. നമ്മൾ മുരിങ്ങയ്ക്ക ചക്കക്കുരുവൊക്കെ റെഡിയായിട്ടുണ്ട്. ഞാൻ ഇതിൽ അരപ്പ് ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മളെ മീൻ കറി, പുളിമുളക് കറിക്കുള്ള മീനിടാൻ സമയമായിട്ടുണ്ട്. ചാള മീനാണ്, മത്തിയെന്നും പറയും.
മുരിങ്ങയ്ക്ക വെള്ളക്കറിയൊക്കെ ഓക്കെ ആയി. പുളിമുളക് ഒരുവിധം നല്ലോണം റെഡിയായിട്ടുണ്ട്. അത് മുരിങ്ങയ്ക്കയും ചക്കക്കുരു ഇട്ട് വെച്ച് വെള്ളക്കറി ഇട്ട് ഒഴിക്കാനാണ് നമ്മൾ ഈ താളിക്കുന്നത്. കടുകും ചെറിയുള്ളി കറിവേപ്പില. ഉണക്കമുളകില്ല, ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഇട്ടേരെ. ഉണക്കമുളകില്ല. കുരുമുളകും ഉണക്കമുളകും തീർന്നു, വാങ്ങിക്കണം. നമ്മൾ സാധാ ഒരു പാചകമാണ്, അല്ലാതെ ഒരുപാട് വീഡിയോസിന് വേണ്ടി എടുക്കുന്ന അത്രയും ഒരുപാട് ആഡംബരത്തിലൊന്നുമില്ല. ഞങ്ങളെ വീട്ടിലെ ഇന്നത്തെ ഊണെന്താ, ഇന്നത്തെ പാചകം അതാണ് നാച്ചുറലായിട്ട് ഞാൻ നിങ്ങളോടും കാണിക്കുന്നത്. അല്ലാതെ ഇത് വലിയ പ്രത്യേകതയായിട്ടുള്ള പാചകമൊന്നുമല്ല. ഞങ്ങളെന്താണ് ഇന്ന് വെച്ച് കഴിക്കുന്നത് അത് നിങ്ങളെ കൂടെ ഞങ്ങൾ കാണിക്കുന്നു, വീഡിയോയിലൂടെ കാണിക്കുന്നു. നമുക്കിതൊക്കെ കൊണ്ടല്ലേ പറ്റുമോ? എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം. മുരിങ്ങയ്ക്കായും ചക്കക്കുരു തക്കാളി പച്ചമുളക് കറിവേപ്പില ഇട്ട വെള്ളക്കറി റെഡിയായിരിക്കുക. താളിപ്പിനെ കാത്തിരിക്കുകയാണ്, അത് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഊണ് റെഡിയായിട്ടുണ്ട്. മുരിങ്ങയ്ക്കയും ചക്കക്കുരു ഇട്ട് വെച്ച വെള്ളക്കറി, ചാളമീൻ, മത്തിമീനിട്ട് പുളിമുളക് വെച്ച്, പിന്നെ ചോറ്. ഇന്ന് തോരനും വെളുക്കിട്ടൊന്നും എടുത്തില്ല, തൈരും ഉണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഭവം. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, എൻ്റെ വീഡിയോസ് കാണണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം. എല്ലാവരുടെ സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്കിനി മുന്നോട്ട് വരാൻ പറ്റൂ. ഓക്കെ, താങ്ക് യു. ബാക്കി തക്കാളിയും പച്ചമുളകും കൂടെ ഒന്നുകൂടി ഒന്ന് കാണിക്കുകയാണ്. ഓക്കേ.